ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഫിനിറ്റി പെയിന്റർ ആപ്ലിക്കേഷനിൽ എങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യുന്ന നോക്കാം. ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതൊരു പെയ്ഡ് ആപ്പാണ്, അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. 200 റുപ്പീസ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിനകത്ത് ബ്ലാങ്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്യാൻവാസ് പ്രീസെറ്റ്സ് കിട്ടും. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു റേഷ്യോസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു A4 ക്യാൻവാസ് സൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ആ റേഷ്യോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീസെറ്റ്സ് കിട്ടും. മുകളിൽ പ്രീസെറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. A4, A3, A2, A8 വരെയുള്ള പ്രീസെറ്റ്സ് നമുക്കുണ്ട്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ A4 ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ A4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ A4 കിട്ടും. ഞാൻ A4 സൈസ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു A4 സൈസിലൊരു ക്യാൻവാസ് എനിക്ക് ഓപ്പൺ ആയി വന്നു. അവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നേരെ നമുക്ക് ഗാലറിയിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫോട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡ്രോയിങ്ങിന് എടുക്കുന്ന ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്ത് ലെയർ കൊടുക്കുക. ലെയർ കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാൻവാസിലേക്ക് ആഡ് ആയിട്ട് വരുന്നതായിരിക്കും. അത് ഒരു സ്മോൾ സൈസിലായിരിക്കും തന്നെ. നമുക്കത് സൂം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് സൈസിലാണോ നമുക്ക് വേണ്ട ആ സൈസിലേക്ക് സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ കറക്റ്റ് സൈസിൽ വെച്ചിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻസേർട്ടായിട്ട് കിട്ടും. അതൊരു ലെയറിലായിരിക്കും ഇൻസേർട്ടായിട്ട് കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ നിറയെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ നമ്മുടെ പെൻസ് അങ്ങനെയുള്ള ഐഡിയാസ് കുറേ കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിങ്ങിനുള്ള കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇറേസർ ടൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്മഡ്ജ് ടൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അതിനകത്തുണ്ട്. നമുക്ക് പെയ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു 3 ലെയർ മാത്രമാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 ലെയറിൽ നമുക്ക് വരച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ വരച്ച് തീർക്കാം. എനിക്ക് എന്തായാലും 3 ലെയർ മതി, അത്യാവശ്യം അത് മതി. അതാണ് ഞാൻ പെയ്ഡ് ആക്കാത്തത്. പിന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. കളേഴ്സ് നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രീസെറ്റ്സ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. സ്കിൻ ടെക്സ്ചേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ കളറിൻ്റെ ഡീപ്നെസ് കൂട്ടാനും കുറയ്ക്കാനും സാറ്റുറേഷൻ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റിയ ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഇതിനകത്ത് കിട്ടും. നല്ല ബ്രൈറ്റർ കളേഴ്സാണ്. പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലെയേഴ്സ് മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ചുരുക്കം ചില ടൂൾസ് മാത്രമാണ് നമുക്ക് പെയ്ഡ് അല്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പെയ്ഡ് ആണെങ്കിൽ ഇത് എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോട്ടോ ഇൻഫിനിറ്റി പെയിൻറ്ററിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്കി ട്യൂട്ടോറിയൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വെച്ച് എങ്ങനെ സ്ക്രിപ്റ്റിൽ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.